ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വില്ലേജ് ജീനിയസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു വുഡ് ബർണർ പെന്നാണ്. അതായത് ബർണർ പെൻ, അതായത് നമ്മളിങ്ങനെ ഈ എന്താ പറയുക, ഒരു പേന ഹീറ്റ് ആവുന്ന ആലോചിച്ച് നോക്കി. മെൽറ്റിംഗ് പോയിന്റിന്റെ തൊട്ട് മുമ്പ് വരെയുള്ള ഒരു സമയത്ത് നമ്മുടെ ആ ഒരു പേനയുടെ അറ്റം ഹീറ്റ് ആവുകയോ ചുട്ടു പഴക്കുകയും അതുകൊണ്ട് നമുക്ക് വുഡിൽ പേന എഴുതാൻ പറ്റുകയും. നമ്മളിപ്പം പല സ്ഥലത്തും ഇങ്ങനെ കണ്ടു കാണും, പക്ഷെ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റും. നമുക്ക് ആകെ വേണ്ടത് ഒരു സിറിഞ്ചിന്റെ അടുത്ത് കിടന്ന നീഡിലില്ലേ, ഇഞ്ചക്ഷൻ നീഡിലും അല്ലെങ്കിൽ സേഫ്റ്റി പിന്നോ, അത്രയും മാത്രം മതി. വളരെ സിമ്പിളാണ്. അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പം എങ്ങനെയാ, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അച്ഛന്മാരത് നമുക്ക് നമ്മുടെ വുഡ് ബർണർ ചെയ്യാൻ വേണ്ടി കുറച്ച് സാധനങ്ങളൊക്കെ ആവശ്യമുണ്ട്. കട്ടർ വേണം, വുഡ് വേണം, പിന്നെ ഇതേ നമ്മുടെ ഇഞ്ചക്ഷൻ ചെയ്യുന്ന സിറിഞ്ചിൻ്റെ അടുത്തുള്ള സൂചിയില്ലേ, ആ സൂചി വേണം, കുറച്ച് വേറെ സാധനങ്ങളൊക്കെ വേണം. അപ്പോൾ ഇതൊക്കെ ഇട്ടിട്ട് നമുക്ക് നേരെ വർക്ക് തുടങ്ങാം. അപ്പോൾ അച്ഛന്മാരെ ഇപ്പം നമ്മൾ ആദ്യം ചെയ്യുന്നത് ഇതാ, നമ്മൾ ആ സിറിഞ്ചിൻ്റെ ആ ഇഞ്ചക്ഷൻ നീഡിലെ ഗ്യാപ്പ് അടിക്കുന്നു. അതിനുശേഷം നമ്മളിത് ആ ഒരു പോയിന്റിൽ നിന്ന് ആ ഗ്യാപ്പ് നമ്മൾ കട്ട് ചെയ്ത് കളയാൻ പോവാണ്. കാരണം നമുക്ക് ആ നീഡിൽ ആവശ്യമുണ്ട്. അപ്പോൾ നമുക്കത് കട്ട് ചെയ്ത് കളയാം കേട്ടോ. അങ്ങനെ നമ്മളിതാ 2 ഇഞ്ചക്ഷൻ നീഡിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്കിതിന് വയർ ചുറ്റിയെടുക്കണം. അപ്പോൾ അതാ നമ്മുടെ ആ ഒരു പെന്നിൻ്റെ ഹാൻഡിലായിട്ട് ഞാൻ ഒരു പെൻസിൽ എടുത്തിട്ടുണ്ട്. ഈ പെൻസിലാണ് നമ്മളിത് 2 നീഡിലുകളും ഉറപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ അതാ നമുക്കിതിലേക്ക് കറണ്ട് കൊടുക്കണം, ഇലക്ട്രിസിറ്റി കൊടുക്കണം. അതിനുള്ള വയറാണിത്. അപ്പോൾ നിങ്ങൾ വയർ എടുക്കുമ്പോൾ നല്ല ഗേജ് കൂടിയ കനമുള്ള കമ്പികളുള്ള വയർ തന്നെ എടുക്കുക, അത് അറ്റാച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇഞ്ചക്ഷൻ നീഡിൽ തന്നെ വേണമെന്ന് യാതൊരു നിർബന്ധവും കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ സേഫ്റ്റി പിൻ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ആണി, കനം കുറഞ്ഞ ആണി യൂസ് ചെയ്യാം. പക്ഷേ അത്രയും വോൾട്ടേജ് വേണമെന്നേ നിർബന്ധമുള്ളൂ. നിങ്ങൾ വലിയ ബാറ്ററിയിലൊന്നും കണക്ട് ചെയ്തത്, കാരണം ബാറ്ററി എന്നൊക്കെ ആണെങ്കിൽ വേഗം സ്പാർക്ക് അടിക്കാനും ബാറ്ററി വെക്കാനും ചാൻസ് ഉണ്ട്. നമ്മുടെ പെൻസിലിൽ നമ്മൾ ആ 2 നീഡിൽ ഉറപ്പിക്കാൻ പോവുകയാണ്. അതിന് ചെയ്യേണ്ടത് ജസ്റ്റ് അത് 2 ടെർമിനലുകൾ കൂട്ടി മുട്ടാത്ത രീതിയിൽ 2 വശത്തോട്ട് ഒട്ടിച്ച് വെക്കാം. നിങ്ങൾക്ക് പെൻസിൽ പകരം വടിക്കഷ്ണമൊക്കെ എടുക്കാം. കറണ്ട് പാസ് ചെയ്യാത്ത ഡൈ ഇലക്ട്രിക്കായ എന്ത് സാധനം നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ നന്നായിട്ട് വെച്ച് കൊടുക്കുന്നു. ഒരു നീഡിൻ്റെ ഹൈറ്റ് ഇച്ചിരി കൂടിയാലും കുഴപ്പമൊന്നുമില്ല, ജസ്റ്റ് നമുക്കത് ബെൻഡ് ചെയ്യാനുള്ളതാണ് പിന്നീട്. അപ്പോൾ നല്ല വൃത്തിക്ക് ടേപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഈ സൈസ് ടേപ്പാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏറ്റവും നല്ല ഇൻസുലേഷൻ ടേപ്പാണ്, ബ്ലാക്ക് കളർ, അതൊക്കെ യൂസ് ചെയ്യുന്നതായിരിക്കും ഇച്ചിരി ബെറ്റർ. വീഡിയോ കാണുന്ന പോലെ തന്നെ നല്ല വൃത്തിയിൽ എല്ലാം ചെയ്തെടുക്കുക. അറ്റങ്ങൾ മാത്രം ടച്ച് ചെയ്യുന്ന രീതിയിൽ വെക്കുക. കാരണം ഇതുപോലുള്ളൊരു വുഡ് ബർണർ പെന്നിന് നല്ലൊരു തുക തന്നെ വരുന്നുണ്ട്. ഏകദേശം 6000 രൂപയോളം വില വരുന്നുണ്ട് നല്ലൊരു കിറ്റിന്. അപ്പോൾ അതാണ് നമ്മൾ ഏകദേശം 3 രൂപ ചിലവിൽ നമ്മൾ ചെയ്തെടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ വയറൊക്കെ നല്ല കട്ടിയുള്ള വയറൊക്കെ യൂസ് ചെയ്യുക. അപ്പോൾ വെച്ചാൽ വരുന്നത് നമ്മുടെ വുഡ് ബർണർ പെന്നിന്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. വളരെ സിമ്പിളാണ്. അതായത് ഒരു കൊച്ചുകുട്ടിക്ക് വരെ ചെയ്യാം, പക്ഷെ കൊച്ചുകുട്ടികൾ ഇത് ചെയ്യണ്ട. ഓക്കെ, ഒരു കൊച്ചുകുട്ടിക്ക് വരെ ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കാണ്. അപ്പോൾ നമ്മൾ ആ വർക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇതാ നമ്മുടെ വുഡ് ബർണർ പെൻ. ഇത്രേ ഉള്ളൂ സാധനം. എല്ലാ വുഡ് ബർണർ പെന്നിലും അത് തന്നെ നമുക്ക് സിമ്പിളായിട്ട് ബർണർ പെൻ എന്ന് വിളിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഓരോ ബർണർ പെന്നിലും ഇതേ ഒരു പ്രിൻസിപ്പിളാണ് നടക്കുന്നത്. 2 മെറ്റൽസ് തമ്മിൽ ഹീറ്റായിട്ട് അതിൻ്റെ അറ്റം പഴുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ വുഡിൽ എഴുതുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്കൊരു ഡൗട്ട്, നമുക്ക് ഇതുകൊണ്ട് സോൾഡർ ചെയ്യാൻ പറ്റുമോ എന്ന് നമുക്കതും കൂടെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ഇത് വർക്കിംഗ് നോക്കണ്ടേ. അപ്പം നിങ്ങൾക്ക് ഇത് വർക്ക് ചെയ്യാൻ ഞാൻ പറഞ്ഞത് നേരത്തെ 2 വയർ നമ്മൾ പുറത്തേക്ക് ഇട്ടിട്ടുണ്ടെന്ന്. ആ വയറിൽ 12 വോൾട്ടിൻ്റെയോ അല്ലെങ്കിൽ 9 വോൾട്ടിൻ്റെയോ ഹൈ പവർ ബാറ്ററി കൊടുത്താൽ മാത്രം മതി, സംഭവം വർക്കായി. കാരണം ഏത് 2 മെറ്റൽസ് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന 2 ലോഹങ്ങൾ അത് ഷോർട്ട് ആണെങ്കിൽ അത് ഹീറ്റ് ആയിരിക്കും. അതിൽ റെസിസ്റ്റിവിറ്റി കാരണം, അതായത് അതിന്റെ പ്രതിരോധം കാരണം ഹീറ്റ് പ്രൊഡ്യൂസ് ആവുകയും അത് പഴുക്കുകയും ചെയ്യും. അപ്പം ഞാൻ അതിനെ എനിക്ക് കറണ്ട് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ഞാൻ ഉപയോഗിക്കുന്ന ഒരു സാധനം എന്താ, ഇതാണ് ആ വസ്തു. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോന്ന് അറിയില്ല. ഇതൊരു ട്രാൻസ്ഫോമറാണ്. 12 വോൾട്ട് ഔട്ട്പുട്ട് തരുന്ന AC ട്രാൻസ്ഫോമർ. അത് ഞാൻ DC യിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ബ്രിഡ്ജ് റെക്ടിഫയർ ഒക്കെ കണക്ട് ചെയ്തിട്ടുണ്ട്. കാണാൻ പറ്റുമെന്നില്ല, ഡയോഡ് വെച്ച് റെക്ടിഫയർ ചെയ്തിട്ടുണ്ട്. നമുക്കിതിന് AC DC അങ്ങനെ വ്യത്യാസമൊന്നുമില്ല, ഏത് വോൾട്ടേജ് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പം ഞാൻ ചെയ്യുന്നത് ഇനി നമ്മുടെ റെക്ടിഫയറിന്റെ വയറുകൾ 2 പുറത്തേക്ക് ഇട്ടിട്ടുണ്ട്. ഇത് DC ആണ് വരുന്നത്. ഈ DC ഞാൻ ഇതിലേക്ക് കണക്ട് ചെയ്യുകയാണ്. നമുക്ക് DC വേണം നിർബന്ധം, AC യിലും മതി. 2 കണക്ട് ചെയ്ത് കഴിഞ്ഞ് സ്വിച്ച് ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ പെൻ വർക്കിംഗ് ആവും. അത് നോക്കാം. ഓക്കെ, അപ്പോൾ അച്ഛന്മാരത് നമ്മുടെ വുഡ് ബർണർ പെൻ ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട് കിട്ടുന്നത് നമ്മുടെ ട്രാൻസ്ഫോമറിൽ നിന്ന്. നമ്മുടെ പെന്നിൽ നിന്ന് വരുന്ന വയറാണ് ഈ കാണുന്നത്. നമ്മുടെ പൊളാരിറ്റി അനുസരിച്ച് 2 കണക്ട് ചെയ്യുന്നത്. ജസ്റ്റ് പൊളാരിറ്റി ഒന്നുമില്ല, ഇത് എങ്ങനെ വേണമെങ്കിലും കണക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഇനി ഇതിൻ്റെ സ്വിച്ച് ഓണായി കാണിച്ചു തരാം. കാരണം ഞാൻ ഒരൊറ്റയ്ക്കാണ് വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കുന്നത്. അപ്പം നമ്മൾ സ്വിച്ച് ഓൺ ചെയ്തു. നമ്മുടെ ബർണർ പെൻ ഹീറ്റ് ആവുന്നുണ്ട്. ക്യാമറയിൽ എത്ര ക്ലാരിറ്റി ഉണ്ടോയെന്നറിയില്ല, പക്ഷെ ഹീറ്റ് ആവുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ച് കാണിച്ചു തരാം. കണ്ടോ ഗൈസ്, നമ്മുടെ ബർണർ പെൻ ഹീറ്റായിട്ട് ആ
പഴുത്ത് ഇരിക്കുകയാണ്. ആ സമയത്താണ് നമ്മൾ വുഡിൽ എഴുതുന്നത്. ചെറിയ സ്പാർക്കൊക്കെ വരുന്നത് കാണാം. പച്ചമരത് നമ്മുടെ ബർണർ പെൻ നല്ല ഹീറ്റായിട്ടിരിക്കുകയാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് വുഡിൽ എഴുതി കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് തലോടി വിട്ടാൽ മതി. നല്ല പക്ക ഹീറ്റായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്കൊന്ന് പേരെഴുതി നോക്കാം. ഇവിടെ ഒരു മുന്നത്തെ പീസ് ഞാൻ കൊണ്ടുവച്ചിട്ടുണ്ട്. ക്യാമറ എഴുതി ശരിയാവുന്നില്ല. ഞാൻ പേര് എഴുതിയിട്ട് നമുക്ക് വിഷ്വൽ കാണിച്ചു തരാം കേട്ടോ. മച്ചാമാരത് ഞാൻ ഏകദേശം ഒരു 10-15 സെക്കൻഡ് 16 സെക്കൻഡ് കൊണ്ട് ഇതാ വരച്ചതാണ്. വില്ലേജ് ജീനിയസ്. ക്ലാരിറ്റി ഉണ്ടോന്ന് അറിയില്ല, കാരണം വരയ്ക്കാനുള്ള എളുപ്പത്തിന് ക്യാപിറ്റൽ സ്മോളും എല്ലാം മിക്സ് ചെയ്താണ് എഴുതിയേക്കുന്നത്. നമ്മുടെ ഈ ക്രാഫ്റ്റ് ബർണർ പെന്നിൽ നിന്നാണ്. കാരണം ഇതിൻ്റെ അറ്റം പഴുത്ത് വരാൻ നേരത്ത് അത് വെച്ചാണ് നമ്മൾ എഴുതുന്നത്. ഇനി ഇതിൽ ലെഡ് ഉരുകും നമുക്ക് നോക്കണം, കാരണം സോൾഡറിങ് പോസിബിൾ ആണോ എന്ന്. ഓക്കെ, നമുക്ക് ഇനി അതും കൂടെ ഒന്ന് ടെസ്റ്റ് ചെയ്തേക്കാം. ബർണർ പെന്ന് നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ. നമ്മളിതാ ഇതെല്ലാം പഴുത്ത് ഇരിക്കുന്നുണ്ട്. നമുക്ക് ഇതാ നമ്മുടെ ലെഡാണിത്. ലെഡ് ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം. വൗ, നല്ല കൂളായിട്ടാണ് നമ്മുടെ ബർണർ പെൻ വർക്ക് ചെയ്തത്. കണ്ടോ ഗൈസ്, ഞാനിത് പേര് എഴുതാൻ പറ്റുമെന്ന് ഇനി ഒന്ന് നോക്കട്ടെ. ലൈഫ് പ്രൂഫാണ് കേട്ടോ. നമ്മുടെ ലെഡ് ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ക്ലാരിറ്റി എന്ന് പറയുന്നത് ഇത് പഴുത്തിരിക്കുകയാണ്. നമ്മളിത് ആ ലെഡ് കണക്ട് ചെയ്യാൻ പോവാണ്. ഫോക്കസ് ഇച്ചിരി ഔട്ടാണ്, നമുക്ക് മാക്സിമം ആണ്. വാവ്, ഇപ്പൊ തന്നെ കുറച്ച് ലെഡ് ഞാൻ ഉരുക്കിയെടുത്തു. എൻ്റെ മേശയിലൊക്കെ വീണു. നമ്മുടെ ബർണർ പെൻ സ്റ്റിൽ എന്നാ പറയുക, നല്ല വൃത്തിക്ക് പഴുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാനൊരു വര വരയ്ക്കാം. ഞാൻ വരച്ച വരയാണ്. ഒന്നുകൂടെ വരച്ച് കാണിച്ചു തരാം. വരെ നിങ്ങൾ വീഡിയോ കണ്ടു. സാഹചര്യം കൊണ്ടാണ് അത് നമുക്ക് ഒരുപാട് എന്താ പറയുക ഡീറ്റെയിൽ ആയിട്ട് അത് കാണിക്കാൻ പറ്റാഞ്ഞ്. കാരണം നമ്മളങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ജസ്റ്റ് നമുക്കൊരു ഇൻഫോർമേറ്റീവ് ആയിട്ട് ഒരു ഐഡിയ തരാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ആ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. പിന്നെ കുട്ടികളായിരുന്നു ട്രൈ ചെയ്ത് നോക്കരുത്. പിന്നെ നിങ്ങൾ ഹൈ പവർ അങ്ങനെയുള്ള ബാറ്ററികളൊക്കെ യൂസ് ചെയ്യുമ്പം ബാറ്ററിയുടെ ചാർജ് വേഗം തീരും. കാരണം നമ്മൾ പൊളാരിറ്റി എൻ്റെ 2 ടെർമിനൽസ് ഷോർട്ട് ചെയ്താണ് ആ ഒരു മെറ്റൽ ഹീറ്റ് ചെയ്യുന്ന കാര്യം നിങ്ങൾ ഓർക്കുക. പിന്നെ വേറെ കാര്യമായിട്ടൊന്നും പറയാനൊന്നുമില്ല. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കൻ എനേബിൾ ചെയ്തിടുക. നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. തുടർന്നും ഒരുപാട് നല്ല നല്ല വീഡിയോസൊക്കെ വരുന്നതായിരിക്കും. ടെക് റിലേറ്റഡ് ആയിട്ടും സയൻസ് എക്സ്പെരിമെൻറ്റ്സ്, DIY ഹാക്സ് റിലേറ്റഡ് ആയിട്ടും ഓട്ടോമൊബൈൽ വർക്ക്സ് റിലേറ്റഡ് ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനൽ വരുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്. ബൈ ഫ്രം വില്ലേജ് ജീനിയസ്.